പ്രതികൾ നിയന്ത്രിക്കുന്ന ജയിലുകളോ ഗോവിന്ദചാമിക്ക് പോലും സഹായമോ CPM-ന് കടുത്ത നാണക്കേട്. ആസൂത്രണം അധികൃതർ അറിയാതെ പോയത് ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് നേരെ കടുത്ത വിമർശനവും പരിഹാസവും ഒക്കെയായി സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ്. സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ ചാടാനാകൂ, പിന്നെയും കടമ്പകളില്ലേ? അടുത്ത ഒളിമ്പിക്സിൽ ഗോവിന്ദചാമിയെ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ പരിഹാസം, വിമർശനം. കേരള പോലീസിന് നേരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തോട് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. വീഴ്ചയില്ലെങ്കിൽ ഗോവിന്ദചാമി എങ്ങനെ ചാടും? വീഴ്ച പറ്റുമെന്നും അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നുമാണ് MV ഗോവിന്ദന്റെ ഇതിനുള്ള മറുപടി. ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഗുരുതരമായ വീഴ്ച, പ്രതിയോട് ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയുമില്ലെന്ന് TP രാമകൃഷ്ണൻ. ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. ചാടിയെങ്കിൽ വീഴ്ച പറ്റിയെന്നല്ലേ അർത്ഥം, അല്ലെങ്കിൽ ചാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് CPM കൈമലർത്തിയിട്ട് കാര്യമില്ല. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയാണോ എന്താണ് ചെയ്യുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ചോദ്യം, വിമർശനം. ഏതായാലും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. വീഴ്ചകൾ പരിശോധിക്കും. ജയിലിലെ 3 മതിലുകൾ ചാടിക്കിടന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിതെറ്റി. പോലീസിനെതിരെ വീഡിയോയും ആലോചിച്ചു ഗോവിന്ദചാമി എന്നാണ് റിപ്പോർട്ട്. ജയിലിലേക്ക് മടങ്ങാനും ആലോചിച്ചെന്നും ഗോവിന്ദചാമി. ഏതായാലും കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുക തന്നെയാണ്. വീണ്ടും ജയിൽ ചാട്ടം. ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടിക്കാനായെങ്കിലും ജയിലിലെ സുരക്ഷാ വീഴ്ച വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM-ന് വലിയ നാണക്കേടായി. ജയിലിൽ CPM തടവുകാരുടെ ഭരണമാണെന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടം മറ്റൊരായുധവുമായി. ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത്. ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറായോ എന്ന പരിഹാസം CPM-ന് നേരെ ഉയർന്നു. ജയിലിലാകുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെയുണ്ട്. അത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ്. സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. CPM നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏറ്റവും ഒടുവിൽ കാർണവർ വധക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. വനിതാ ജയിലിൽ ഷെറിന് ലഭിച്ച പരിഗണന വലിയ ചർച്ചയായിരുന്നു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിലല്ലേ നടക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ട് എന്നതിന് തെളിവാണ്. ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ട് ആരും അറിഞ്ഞില്ല. സ്വാതന്ത്ര്യവും ഒത്താശയും ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. ആസൂത്രണത്തിനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് പ്രസക്തം. പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കിയാണ്. അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ്. CCTV നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ജയിലിലെ അരാജകത്വത്തിന് തെളിവാണ്. പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി തടവ് ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ലെന്ന ആരോപണം ശരിവെക്കും. ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നതിന് തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. ഉത്തരവാദിത്വത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിയാനാവില്ലെന്നും അവർ പറയുന്നു. പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന വാദവുമായാണ് CPM ഇതിനെ നേരിടുന്നത്. ജയിലിലെ 18 മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ കൈയും വെച്ച് എടുത്തു ചാടിയ ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്ന് സന്തോഷ് പണ്ഡിറ്റ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ പോലീസ് പിടികൂടിയെന്ന വാർത്ത സന്തോഷം തരുന്നതാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചു. ഒരു കൈ മാത്രമുള്ള ചാർലി തോമസിനെ അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈകൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫെൻസിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. കമ്പി മുറിക്കാൻ ആയുധം എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത് എന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിക്കുന്നുണ്ട്. സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കടക്കാനാകൂ, പിന്നെയും കടമ്പകളില്ലേ? ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്നും ഒരാളും മതിൽ ചാടി പുറത്തു പോയിട്ടില്ല. ഒറ്റ കൈയും വെച്ച ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി. ഹാക്സോ ബ്ലേഡ് എങ്ങനെ വന്നു അവന്റെ കയ്യിൽ? ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പൊന്നും ഇല്ലല്ലോ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചിരിക്കുന്നത്. മതിലിനോട് ചേർന്ന ഫെൻസിംഗിൽ ആ സമയം വൈദ്യുതിയില്ല, അതെങ്ങനെ ഓഫായി? ഇതിനെല്ലാം ഉത്തരമുണ്ടാകാം, ഇപ്പോൾ അറിയില്ല, അത്രയേ ഉള്ളൂ. ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക. നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും. അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻകറിയുമായി ചോറ്. ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൻ കറിയും. സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് എന്നും ചെറുപയറും ചോറും ഒക്കെയാണ് നോ ഓപ്ഷൻ എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പരിഹാസം. ഇനിയും ഗോവിന്ദചാമിക്ക് ദിവസവും മട്ടൻ, ചിക്കൻ, മീനൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട്.
ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല. ഓപ്പറേഷൻ സക്സസ്, പക്ഷെ രോഗി ചത്തു എന്നും പറയാമെന്ന് പരിഹസിച്ചാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്.